ഇങ്ങനെയൊരു ഗ്രാമത്തിൽ ഏറ്റവും ആധുനികമായ പഠന സൗകര്യം ഒരുക്കുന്ന ഒരു അക്കാഡമി എന്ന നിലയിൽ ഈ അക്കാഡമിയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും അതൊരു കുടുംബം, ആരൊക്കെയാണ് അതിൽ മാനേജ്മെന്റ് ഉണ്ടാകും, അധ്യാപകരുണ്ടാകും, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാകും, പിന്നെ അവരുടെ പാരൻസും. ഇതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ അഭ്യുദയകാംക്ഷികളെയും നമുക്ക് ചേർക്കാം. അങ്ങനെയെങ്കിൽ ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇന്ന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് എല്ലാവരും ഒരേ കോഴ്സ് പൂർത്തിയാക്കിയവരാണോ? വ്യത്യസ്ത കോഴ്സുകളാണ് നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ പേര് അർത്ഥമാക്കുന്നത് പോലെ എല്ലാം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണക്കുകളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടാൻ പോകുന്നത്. അതിനുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചോ? നിങ്ങൾ കോൺഫിഡന്റ് ആണോ? പുറത്തേക്ക് പോകുമ്പോൾ 10ാം ക്ലാസ് ജയിച്ച് പുറത്ത് പോകുമ്പോൾ ഒട്ടും കോൺഫിഡന്റ് അല്ല 99% മാർക്ക് വാങ്ങിയ കുട്ടിയും. കാരണം കുറെ കാണാതെ പഠിച്ച് എഴുതി വെച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുള്ള നിലയിലാണ് മിക്കവാറും ആളുകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്നാൽ PG കഴിഞ്ഞ് MA കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അല്ലെങ്കിൽ MSc കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ആയിട്ട് പുറത്തു പോകുമ്പോൾ കോൺഫിഡന്റ് ആണോ എന്ന്. അല്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ 36 ബാച്ച് PG ബാച്ചിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ആശങ്കകളുണ്ട്. പഠിച്ചത് തന്നെ കുറവ്, അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് അതിലും കുറവ്, ആ ചോദ്യങ്ങളെ അഭിമുഖീകരിച്ച് എഴുതിയതോ അതിലും കുറവ്. ഇതാണ് അവസ്ഥ. ഇത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു പ്രശ്നമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പലരും പറയാറുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും പിന്നീട് ആവശ്യം വരാറില്ല എന്ന്. സൈൻ കോസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് പ്രയോജനം ഉണ്ടാകാറുണ്ടോ? ഏതോ ഒരു സിനിമയില് ഒരു നടൻ പറയുന്നുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്, മാത്തമാറ്റിക്സ് ആണ് ഈ ലോകത്തിന്റെ സ്പന്ദനമെന്ന്. ഈ കണക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കണക്കിലെ വലിയ കാര്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരു വായന ഓർക്കുകയാണ്. അമേരിക്കയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് നടത്തം, ഇപ്പൊ ഓൺലൈൻ ആയിട്ട്. അപ്പൊ ക്യൂ നിന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ആൾക്കാർ നിൽക്കുകയാണ്. ഒരാൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. ന്യൂയോർക്കിലേക്കാണ് പോകേണ്ടത്, ഡെട്രോയിറ്റിൽ നിന്ന്. അപ്പോ അന്ന് $4 ഉള്ളൂ. അവർ 8 പേരുണ്ട്. അപ്പൊ 8 പേർക്ക് ഒരു ടിക്കറ്റ് എന്ന് പറഞ്ഞതും കരണ്ട് പോയി. അപ്പൊ ഒരു മദാമ ഇരിപ്പുണ്ട് ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ. അവരാണ് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പോയി. ഇനിയിപ്പോ എത്ര പൈസയാണ് നിങ്ങൾ തരേണ്ടത് എന്നുള്ളത് കണക്ക് കൂട്ടാൻ ഒരു മാർഗവുമില്ല. അപ്പൊ അതിന് തൊട്ട് പുറകിലൊരു കേരളീയ വിദ്യാർത്ഥി നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞു 8×4 = 32. ഉടനെ ഈ നിൽക്കുന്ന സാഹിബന്മാരും മദാമ്മമാരും അത്ഭുതപ്പെട്ടിട്ട്, കണക്കിൽ ഇത്രയധികം പ്രാഗൽഭ്യമുള്ള ഒരു കുട്ടി മനക്കണക്കായിട്ടാണ് ഇത് പറഞ്ഞത് 8×4 = 32. അങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ കണക്ക് കൂട്ടാനുള്ള കഴിവ് കണ്ടിട്ട്. എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ കൈകാര്യം ചെയ്യുന്ന കണക്കുകളൊന്നും നമുക്ക് കൂട്ടാൻ അറിയില്ല. നമ്മൾ ആശ്രയിക്കുന്നത് കമ്പ്യൂട്ടറുകളെ അല്ലെങ്കിൽ കാൽക്കുലേറ്ററുകളെയാണ്.
ചെറിയ വല്ലതുമൊക്കെ നമുക്കറിയായിരിക്കും. ഈ ഗുണന പട്ടിക കാണാതെ അറിയുന്ന കുട്ടികൾ എത്രയുണ്ടെന്ന് ചോദിക്കുന്നില്ല. അറിയാം, പ്രയോഗം കൊണ്ട് നിങ്ങൾ പലരും അത് മനസ്സിലാക്കി കാണും. കാരണം ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ല പഠിപ്പിക്കുന്നതിൽ. മനക്കണക്കിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ചില യൂട്യൂബിലെ റീലുകളൊക്കെ കാണുമ്പോൾ കണക്ക് കൂട്ടാനുള്ള മാർഗങ്ങൾ അവരവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ഭുതം തോന്നും. മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയിടുന്നു, അതിന്റെ താഴെ വേറെ ഒന്ന് എഴുതുന്നു. ഇതൊന്നും പഠിപ്പിക്കുന്നില്ല ഇപ്പോഴും. അതിന്റെ ബേസിക്സ് പഠിപ്പിക്കേണ്ടെന്നാണ് ഇപ്പൊ മലയാളം തെറ്റാതെ സംസാരിക്കാനും വായിക്കാനും അറിയുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അതിന്റെ കാരണം അക്ഷരം പഠിപ്പിക്കുന്നില്ല. ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകും. ഒരു സർക്കാരിന്റെ കരിക്കുലം അനുസരിച്ച് അക്ഷരം പഠിപ്പിക്കേണ്ട, വാക്കുകൾ പഠിപ്പിച്ചാൽ മതി എന്നാണ്. അപ്പൊ നാം ഉപയോഗിക്കാത്ത വാക്കുകളിൽ ഉള്ള ചില അക്ഷരങ്ങളുണ്ട്. അതൊക്കെ വളരെ അത്ഭുതമാണ്. അക്ഷരമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ ഈ തന്തവൈബ് എന്ന് പറയുന്നത്, തന്തവൈബ് എന്ന് വിളിക്കുന്നതിന് പകരം സീനിയേഴ്സ് അവരെ വിളിക്കുന്നതെന്നറിയോ? ന്യൂജൻ കുട്ടികളെ ഈ തന്തവൈബുള്ളവരെന്താ വിളിക്കുക? അതിനോട് കണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങളൊരു വാക്ക്, കണ്ണാപ്പി. അതൊക്കെ അറിയാലേ. അത് കഴിഞ്ഞു വല്ലെന്ന് വന്നിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞില്ല അത്. അപ്പോൾ ഇന്ന് പലതും ഞങ്ങൾ അത്ഭുതം എന്ന് പറയുന്നത് പഴയ തലമുറയ്ക്ക് അത്ഭുതമൊന്നുമല്ല. മനുഷ്യന്റെ കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ശരിക്കും വേണ്ടത്, ഞാനൊരു കഥ പറയാം. ഒരു ഗുരുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പഠിപ്പിച്ചാലും തലയിൽ കയറാത്ത ഒരു ശിഷ്യനുണ്ട്. അപ്പൊ ഗുരു അറിവില്ല എന്ന അർത്ഥത്തിൽ മറ്റൊരു കൊളോക്കിയൽ വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ ശിഷ്യന്. അവന്റെ പേര് അങ്ങനെയാ വിളിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലേ? ഒരു മൃഗവുമായി ബന്ധപ്പെടുത്തിയാണ് വിളിക്കുന്നത്. ഇത് കേട്ട് കേട്ട് ഇവനെ വലിയ വിഷമം തോന്നി. അവൻ പഠനം നിർത്തിപ്പോയി. പോകുമ്പോൾ അവന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്താണെന്നറിയോ? ഇനി ഞാൻ ഇവിടെ കയറി വരുമ്പോൾ ഗുരുവും ശിഷ്യന്മാരും അത്ഭുതപ്പെടണം എന്റെ കഴിവ് കണ്ടിട്ട്. അങ്ങനെ കുറെ കഴിഞ്ഞു. ഒരു ദിവസം അവൻ തിരിച്ചു വരികയാണ്. എങ്ങനെയാ വരുന്നതെന്നറിയാവോ? ഒരു നദിയുടെ തീരത്താണ് ഈ ആശ്രമം. നദിയുടെ അക്കരെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് തോണി കയറി വരണം, കടത്ത്. ഇവൻ ആ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വന്നു. ശിഷ്യന്മാരും ഗുരു ഇതിങ്ങനെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്ന് അവൻ വിചാരിച്ചു. അവിടെ എത്തിയപ്പോൾ ഗുരുവിന്റെ മുഖത്ത് അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. ശിഷ്യന്മാർക്ക് അത്ഭുതമുണ്ട്. അവൻ ചോദിച്ചു, പണ്ടത്തെ മരക്കഴുതയാണ് ഞാൻ, ഇപ്പൊ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, നീ പോയിട്ട് 1.5 വർഷമായി, 18 മാസം. 18 മാസം ചെലവഴിച്ച് നീ ഇപ്പൊ ഒരു സിദ്ധി നേടിയിട്ടുണ്ട്. 50 പൈസ കൊടുത്താൽ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സിദ്ധിയേ ഉള്ളൂ. നിന്റെ ജീവിതം കുഞ്ഞെ നീ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? വെറും 50 പൈസയ്ക്ക് നടക്കാവുന്ന കാര്യമാണ് 18 മാസം കൊണ്ട് നീ സമ്പാദിച്ചത്. അതുകൊണ്ട് ഞാൻ ഇനി നിന്നെ മരക്കഴുതാന്ന് വിളിക്കുന്നില്ല. കാരണം കഴുത എന്നെ എന്തെങ്കിലും പറഞ്ഞാലോ? വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ട് കൊടുക്കാൻ കഴിയില്ലേ? അല്പം കൂടെ ബുദ്ധിയുണ്ടെങ്കിൽ അവനെ
മന്ദബുദ്ധി എന്നെങ്ങനെ വിളിക്കായിരുന്നു എന്നല്ലേ. അപ്പൊ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ ഇതായിരുന്നു ലക്ഷ്യം. ഗുണപട്ടിക പിടിച്ച് സമയം കളയണ്ട, അതൊക്കെ ചെയ്യാൻ ആരുണ്ട്? യന്ത്രങ്ങളുണ്ട്. നിമിഷ നേരം കൊണ്ട് നീ കാണാതെ പഠിക്കുന്നതിന്റെ 3 ഇരട്ടി കണക്കുകൂട്ടലുകൾ നടത്താൻ ചെറിയ ചെറിയ സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നീ അതിലും വലിയ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വിദ്യാഭ്യാസ സമ്പ്രദായം കരിക്കുലം ഉടച്ചു വാർക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് സംഭവിച്ചത് എന്താണ്? അതുണ്ടായില്ല, ഇതുണ്ടായില്ല. അതിന് കാരണം നമ്മുടെ സാഹചര്യങ്ങളെ പഠിച്ചിട്ടൊന്നുമല്ല അവരിതിങ്ങനെ ചെയ്തത്. ഒരു വിജ്ഞാനവും നാം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഉൽപാദകരൊക്കെ ആരാന്നറിയാമോ? പാശ്ചാത്യ. ഇപ്പോഴും നമ്മുടെ നാട് നോക്കിയാൽ ഈ സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഒക്കെയാണ് വല്ലവരും ഉണ്ടാക്കിയ സാധനം വാങ്ങാൻ എന്തൊരു ധൃതിയാണ് നമുക്ക്. അതെങ്ങനെ വിൽക്കണമെന്ന് അവർക്കറിയാം. ഓഫറുകൾ കൊടുക്കും. ഓഫറുകൾ, ആ ഓഫറുകൾ എന്താണെന്നൊന്ന് പഠിക്കാനോ കണക്ക് കൂട്ടാനോ കഴിയുമെങ്കിൽ പല ഓഫറുകളും വെറുതെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്നലെ രാത്രി ഉറങ്ങാതെ കാത്തിരുന്ന ആരെങ്കിലും ഉണ്ടോ ഓഫറിന് വേണ്ടിയിട്ട്? പെൺകുട്ടികൾക്ക് അറിയില്ലായിരിക്കില്ലേ? നിങ്ങൾക്കറിയാമോ? ഈ ഓൺലൈൻ ഭീമന്മാരായ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഓഫർ പ്രഖ്യാപിക്കുന്ന സമയമാണ്. രാത്രി 12 മണിക്കാണ് പ്രഖ്യാപിക്കുക. അപ്പൊ കുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ 1,65,000 രൂപ MRP ഉള്ളത് വെറും 39,000 രൂപയ്ക്ക്. എന്തൊരു സന്തോഷമാണല്ലേ. അതിന്റെ ശരിക്കുള്ള വില മറ്റ് സൈറ്റുകളിൽ നോക്കി അറിയാം, 30 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കാനുള്ള കഴിവ് അവർ ആർജിച്ചു. അതുകൊണ്ട് നാം വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കുകയല്ല, ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കരിക്കുലം പുനഃക്രമീകരിക്കുമ്പോൾ അവർ സ്വന്തമായി ആലോചിച്ച് ഒന്നും ചെയ്തില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടുത്തെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ പാശ്ചാത്യ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർ ഉണ്ടാക്കി വെച്ച കരിക്കുലം അതങ്ങനെ പകർത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനും ബോറായിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയൂ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. അതിനുവേണ്ടിയാണ് കേട്ടോ. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതിൽ കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് ചരിത്രമാണ് കേട്ടോ. എങ്കിലും ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്റ്റെയിൻലെസ് സ്റ്റീൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണത്? അതിന്റെ കമ്പോസിഷൻ എന്താണ്? സ്വർണം, വെള്ളി, പിന്നെന്താ? അയൺ. വെറും ഇരുമ്പാണ്. അതിന് വേറെ ചെറുതും കൂടെ ചേർക്കുമെന്ന് മാത്രം. ഇരുമ്പ്. ഈ ഇരുമ്പിന്റെ ആണിക്ക് എന്ത് വിലയുണ്ട്? ഇരുമ്പിന്റെ ആണിക്ക് $1 വിചാരിച്ചോളൂ. അത്രയും ഇരുമ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അതുകൊണ്ട് ഈ സർജിക്കൽ ഹാർട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന സ്റ്റെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയേ വേണ്ടൂ. ഒരു ആണിയുടെ അത്ര ഇരുമ്പ് വേണ്ട. അതിന് എത്ര വരും? ₹1 ഉണ്ടാക്കുന്ന ആണിക്ക് ഉപയോഗിച്ച അത്രയും ഇരുമ്പ് അത് സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി മാറ്റി ഒരു സ്റ്റെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ 15,000 രൂപ വരുമെന്നാണ് പറയുന്നത്. അത് 5 ലക്ഷം വരെ വിലയുള്ളതുണ്ട്. ഇതാണ് മൂല്യത്തിൽ വരുന്ന വ്യത്യാസം. വെറും ഇരുമ്പാകാം, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാകാം. കളിമണ്ണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ മുകളില് തലയൊട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കാണാൻ പറ്റുമോ?
കണ്ടിട്ടുണ്ട് അല്ലേ? കളിമണ്ണ് കാണാത്തവരാരും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഈ പാടത്ത് കൂടെയൊക്കെ പോകുമ്പോൾ കണ്ടാൽ മതി ചെടി കളിമണ്ണ്. അതുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കിയ ഇപ്പൊ ഇത്തിരി വിലയുണ്ട് കേട്ടോ. പണ്ട് വലിയ വിലയൊന്നുമില്ല. 10 രൂപ കൊടുത്ത് ഒരു ചട്ടി കിട്ടും. ഇപ്പൊ ഒരു സ്ത്രീ ഒരു ചട്ടിയായിട്ട് വന്നു 400 രൂപയാന്ന് പറഞ്ഞു. നിങ്ങൾ പഴയ ആൾക്കാരാന്ന് പറഞ്ഞു. എന്നാ 100 രൂപ. കാരണം ഇപ്പൊ ഒരു ഫാഷൻ ആയിട്ടുണ്ടല്ലോ, എല്ലാം കളിമൺ ചട്ടിയിൽ ഉണ്ടാക്കിയ നല്ലതാണ്. അതുകൊണ്ട് കൂടുതൽ ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ ബാർഗനും ചെയ്തില്ല, പഴയ ആൾക്കാരാന്നേ പറഞ്ഞുള്ളൂ. അപ്പോ ഈ കളിമണ്ണ് തറയിൽ ഇരിക്കുന്ന സെറാമിക് ടൈൽസ് ആക്കുമ്പോൾ അതിന് വില കൂടും. സെറാമിക്കിന്റെ കണ്ടന്റ് എന്താണ്? ഈ കളിമണ്ണാണ്, ക്ലേയാണ്. ഈ പാടത്തൊക്കെ കിടക്കുന്ന ചെടിയുണ്ടല്ലോ, ക്ലേ, അതാണ് സെറാമിക്കിന്റെ പ്രധാന കണ്ടന്റ്. അതിങ്ങനെ വില കൂടാൻ കാരണം സെറാമിക് ആയപ്പോഴാണ്. കളിമണ്ണ് എന്നുള്ളത് ഇംഗ്ലീഷിലാക്കിയപ്പോ ഉണ്ടായതാണോ? ഇംഗ്ലീഷിലാക്കിയത് കൊണ്ടാണോ വില കൂടിയത്? അല്ല. ഞാൻ ഈ പറഞ്ഞ രണ്ടിനും, ഇരുമ്പിന്റെ അണി സ്റ്റെയിൻലെസ് ആയി മാറുന്നതും വെറും കളിമണ്ണ് സെറാമിക് ആയി മാറുന്നതും ഒരു പ്രക്രിയയിലൂടെയാണ്, ഒരു പ്രോസസ്സിംഗ്. ആ പ്രോസസ്സിങ്ങിന്റെ പ്രധാന പ്രോസസ് എന്ന് പറയുന്നത് 1000-ലധികം ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിലൂടെ അത് കടത്തിവിടുകയാണ്. ഇരുമ്പാണെങ്കിൽ 1500 ഡിഗ്രി താപം കൊടുത്ത് ഉരുക്കി അത് പ്രോസസ് ചെയ്തെടുക്കുന്നതാണ് എന്ത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ആ ചൂട് താങ്ങാനുള്ള കഴിവ് വേണം വെറും ആണി സ്റ്റെയിൻലെസ് ആയി മാറണമെങ്കിൽ. അതുപോലെ തന്നെ ടൈലും പല ഗ്രേഡുകളുണ്ട്. എ ഗ്രേഡ് ക്വാളിറ്റി 1 എന്ന് പറയുന്ന ടൈൽ അത് 1250 ഡിഗ്രി ചൂടിലൂടെ കടത്തിവിട്ട കളിമണ്ണാണ്. നോക്കൂ, നിങ്ങളിപ്പോ നേടിയിരിക്കുന്ന ഈ അറിവുണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂല്യം കൂട്ടാം. വെറും ഇരുമ്പാണി പോലെ മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു ചൂട് മേൽക്കണ്ട, ഒരു പ്രോസസ്സിങ്ങിലൂടെയും കടന്നു പോകണ്ട, 1 രൂപയുടെ ആണിയാക്കി വെക്കാം, അല്ലെങ്കിൽ ഓരോ കളിമണ്ണാക്കി വെക്കാം. ജീവിതത്തിന്റെ ചൂടേറിയ അനുഭവങ്ങളിലൂടെ പ്രൊഫഷണലായിട്ട് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അറിവ് എത്ര വേണമെങ്കിൽ മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഇതൊരു തുടക്കമാണ്. ഞാൻ ചൂടേറിയ അനുഭവങ്ങളെ പിന്തള്ളി മുൻപോട്ട് തന്നെ പോകും. ഈ ഇരുമ്പിനെ ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി മാറ്റും. അതിൽ തന്നെ ഗ്രേഡുകൾ വ്യത്യാസമുണ്ട്, പല ഗ്രേഡുകളുണ്ട്. നമ്മൾ പുറത്ത് സ്റ്റെയിൻലെസ് സ്റ്റീല് വെക്കുകയാണെങ്കിൽ, മഴ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ ഗ്രേഡ് കൂടിയത് വേണം. എന്നാൽ വീടിനകത്ത് കോണിപ്പടിക്കൊക്കെ വെക്കുമല്ലോ, അത് വെള്ളം ആവാത്ത താഴെയുള്ള ഗ്രേഡ് മതി. ഇതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാക്കിയാൽ പോരാ, ഗ്രേഡ് കൂടുതലുള്ള, മൂല്യം കൂടുതലുള്ള ഒരു പ്രൊഫഷൻ അത് നിങ്ങൾ നേടണം. അത് എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ഒന്ന് കയ്യെത്തും ദൂരത്ത് ശ്രമിച്ചാൽ ഒരു പ്രൊഫഷൻ, ഒരു ജോലി കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അതിനങ്ങ് ഒതുങ്ങിപ്പോകരുത്. പലരും ഒരു കംഫർട്ട് സോണിൽ എത്തിക്കഴിയുമ്പോൾ അതിനങ്ങ് ഒതുങ്ങിപ്പോകും. പോരാ, നിങ്ങളുടെ ഈ കഴിവുകൾ നിങ്ങൾ പരിശ്രമത്തിലൂടെ നിരന്തരം ചൂടേറിയ തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ട് മൂല്യം വർദ്ധിപ്പിക്കണം. ഇതാണ് എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ചൂടിലൂടെ കടന്നു പോകാൻ പറ്റും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വലിയ ചൂടേറ്റാൽ നിങ്ങൾ വാടിപ്പോകുമെന്ന്? പാടില്ല. ഓളോണെ സഡനല്ല, പെട്ടെന്ന് ചൂടേൽക്കുന്നതല്ല, ഗ്രാജുവലായിട്ട് നിങ്ങൾ തീഷ്ണതയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മൂല്യമുള്ളവരായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത്ര സുഖകരമല്ല.
അത് നിങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ്, ചലഞ്ചസ്. വെണ്ണും ചായയും കഴിക്കുന്ന ചലഞ്ച് നിങ്ങൾ ആരെങ്കിലും നോക്കിയോ? ഇറാനി ചായയും ക്രീം ബണ്ണും കഴിച്ചു നോക്കിയോ? നിങ്ങൾ എപ്പോഴും പഠിക്കലാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, എനിക്കറിയില്ല, ഞാൻ എപ്പോഴും പഠിക്കലാണ്. അതുപോലെ കേട്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്ഡേറ്റ് ചെയ്യണം നോളജ്. നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി, ഈ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തിയ വാക്ക് ഞാൻ പറഞ്ഞാൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ആർക്കെങ്കിലും പറ്റുമോ? ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആയിരിക്കും ഡാറ്റകൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ ചില കറൻസികളുണ്ട് അല്ലേ? ഏതാണ്? റിപ്പോ കറൻസി. ഓക്കെ, റിപ്പോ കറൻസി വലിയ മൂല്യമുണ്ട്. അതിന്റെ കാരണം ഈ ബ്ലോക്ക് ചെയിൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങള് 3 പേര് സുഹൃത്തുക്കളാണ് വിചാരിക്കുക. എന്ത് ചെലവാക്കിയാലും അത് നിങ്ങളുടെ ഡയറിയിൽ എഴുതുന്നു എന്ന് വിചാരിക്കുക. അപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കടം വാങ്ങി ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ഡയറിയിൽ നിങ്ങൾ എഴുതി. ആരൊക്കെ എഴുതി? 3 പേര് എഴുതി. ആ കടം തിരിച്ചു കൊടുത്തു. അപ്പൊ വാങ്ങിയ ആള് മാത്രമാണ് എഴുതുന്നത്. 3 പേര് എഴുതി. ഇതിൽ ഏതെങ്കിലും ഒരു ഡയറി നഷ്ടപ്പെട്ടാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഈ 3 ഡയറി ഉള്ളത് കൊണ്ട് അതിലേതെങ്കിലും ഒരു ഡയറി നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. അപ്പൊ ഒരാൾക്ക് മാത്രമായിട്ട് കള്ളം പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് വളരെ സെക്യൂർ എന്ന് പറയുന്ന ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്, അത് 3 അല്ല കേട്ടോ, 30,000 അല്ല, 3 ലക്ഷവുമല്ല, ലോകമെമ്പാടും ഈ ഡാറ്റ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലൊരു കറക്ഷൻ വരുത്താനോ കറക്റ്റ് ചെയ്യാനോ എളുപ്പമല്ലാന്നേ ഉള്ളൂ കേട്ടോ. പറ്റില്ല എന്ന് പറയാൻ നമുക്കാവില്ല. പറ്റില്ല എന്ന് വിചാരിച്ച പലതും ഇപ്പൊ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടെത്തണം. അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ആ വാക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുള്ളൂ. ബ്ലോക്ക് ചെയിൻ നിങ്ങൾക്കത് നല്ലതാണ്. AI എന്ന് കേട്ടിട്ടുണ്ടോ? AI എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ ആന്റണി കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് A എന്നാണ് അതിനെ പറയുക. ഇന്ദിര കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് I. ഈ രണ്ടും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചതാണോ? എന്താണ് AI എന്ന് പറഞ്ഞാൽ? അത് നിങ്ങൾക്കറിയാം. നല്ലതുപോലെ കുറെ കാര്യങ്ങൾ അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചിലത് മനസ്സിലാക്കാൻ സമയമെടുക്കുന്നു മാത്രം. അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് നിഷ്പ്രയാസം കഴിയും ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. ഏത് സ്റ്റെയിൻലെസ് സ്റ്റീല് ഉണ്ടാക്കുമ്പോൾ ചൂട് എത്ര ഡിഗ്രി വേണം, സെറാമിക് ആക്കണമെങ്കിൽ എത്ര ഡിഗ്രി ചൂട് എന്നൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞോളൂ. ആരോടെ ചോദിച്ചറിയാം? ഇപ്പൊ ഈ പറഞ്ഞ ആളോട്. ആരാണത്? AI ചോദിക്കണ്ടേ? ഈ രണ്ടും അക്കൗണ്ടിംഗ് ടെക്നോളജിയിൽ വരുത്തിയ വ്യത്യാസം, അത് ഒരു റവല്യൂഷണറി ചേഞ്ചാണ്. ഇസ്തിരി ഭാഷയിൽ പറഞ്ഞാല് ഇന്നലെ ഉണ്ടായതിനേക്കാൾ ഒരു പടി കൂടെ സമൂഹം ഇന്ന് വളർന്നാൽ അതിന്റെ റവല്യൂഷൻ എന്ന് പറയില്ല, പ്രോഗ്രസ് എന്നേ പറയുള്ളൂ. ആ പ്രോഗ്രസ് തന്നെ 2 തരത്തിലുണ്ട്. ഇന്നലെ 1 പ്രോഗ്രസ് എങ്കിൽ ഇന്ന് 2 ആയാൽ അതിനെ അരിത്തമാറ്റിക് പ്രോഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രസ് എന്നും പറയാം. എന്നാൽ 2 അടുത്ത ദിവസം 3 പ്രോഗ്രസ് ഉണ്ടായാൽ അതിനെ പറയുന്നത് എന്താണ്? അരിത്തമാറ്റിക് പ്രോഗ്രസ് എന്നേ പറയാൻ പറ്റുള്ളൂ. 2, 3. എന്നാൽ 2, 4 ആയാലോ ജിയോമെട്രിക്കൽ പ്രോഗ്രസ് ആണ്. അപ്പോ 2, 4 ആവാം, 4, 8 ആവാം, 8, 16 ആവാം. നമ്മള് ഈ GB ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ കയറി പോകും, ഇരട്ടിയായിട്ട് വരും. അപ്പോ അങ്ങനെ ഉള്ള ചേഞ്ചിനെ പറയുന്നത് പ്രോഗ്രസ് എന്നേ പറയുള്ളൂ. 8, 16 ആയാലും 8 ഇല്ല,
ആന്റിസിപ്പേറ്റഡ് ആണ്. കാരണം 8 കഴിഞ്ഞാൽ പിന്നെ ജിയോമെട്രിക്കൽ പ്രോഗ്രസ്സിൽ 16 ആവണം. അതായില്ലെങ്കിൽ പ്രോഗ്രസ് കുറവാണെന്നേ പറയുള്ളൂ. എന്നാൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്നലെ 1 ആയിരുന്നെങ്കിൽ ഇന്ന് 10, നാളെ 1000, അതിനടുത്ത ദിവസം കോടികളുമായിട്ട് മാറുന്ന ചേഞ്ച് ഉണ്ടല്ലോ, അതിനാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഈ ടെക്നോളജിക്കൽ റവല്യൂഷനാണ്. ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഈ യുവതലമുറയാണ്, ഞങ്ങളുടെ അത്രയും ഫെസിലിറ്റീസ് ഒന്നും പഴയ തലമുറയ്ക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണെന്നുള്ളത്. ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ തന്തവൈബാകും ഏത് അറിവിൽ. ഇനി വരുന്ന തലമുറ ഇതിലും വലിയ ഫെസിലിറ്റീസ് പരിചയപ്പെടാൻ പോകുകയാണ്. ആ സമയത്ത് വിട്ടുകൊടുക്കരുത്, ഒപ്പം നിങ്ങളും വെച്ചുപിടിക്കണം കേട്ടോ. ഒപ്പം നിങ്ങളും പുതുതലമുറയെ നിങ്ങളെ കടത്തി വെട്ടാൻ സമ്മതിക്കരുത്, ഒപ്പം വെച്ചുപിടിച്ചേക്കണം. അവരെ പറ്റുമെങ്കിൽ അത്ഭുതപ്പെടുത്തുകയും വേണം. കാലങ്ങളൊക്കെ ഇപ്പൊ പോവും. മുൻപുള്ളവരൊക്കെ കടന്നു പോകും, പുതിയ തലമുറ വരും. പണ്ട് 20 കൊല്ലമാണ് ഒരു തലമുറ എന്നാ പറയാ. ഒരു തലമുറ തമ്മിലുള്ള ഗേപ്പ്, ജനറേഷൻ ഗേപ്പ് 20 കൊല്ലമാണെന്ന് പറയും. 20 കൊല്ലത്തിലധികം പഴക്കമുള്ളവർക്ക് പുതിയ തലമുറയെ മനസ്സിലാക്കാൻ പറ്റില്ലെന്നാ പറയുക. ഇപ്പൊ ജനറേഷൻ ഗേപ്പ് എത്രയാണ് അറിയുന്നത്? 5 കൊല്ലമാണ് ഇപ്പോ ജനറേഷൻ ഗേപ്പ്. ചേട്ടന്റെ തലമുറ കഴിഞ്ഞ് അനിയൻ വരുമ്പോഴേക്കും ഒരു തലമുറയുടെ ഗ്യാപ്പ് ഉണ്ടാവുകയാണ്. ചേട്ടൻ പറയുന്ന അഞ്ചിന് മനസ്സിലാവില്ല, അനിയന്റെ ചിന്തകള് അതിനേക്കാൾ ഉപരിയായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകമാണ്. തലമുറകളുടെ ഗ്യാപ്പ് വർദ്ധിച്ച് കൊണ്ടിരുന്ന ഒരു കാലമല്ല ഇപ്പോൾ. കുറച്ച് കഴിയുമ്പോൾ അത് 2 കൊല്ലമാകും. 1 കൊല്ലം പഴക്കമുള്ളവരെ പഴഞ്ചനായിട്ട് മാറാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു ലോകമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മതി എന്ന് വെക്കരുത്. ഈ പഠിച്ചത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് ആ വിഷയത്തിൽ എന്ത് വ്യത്യാസം വന്നിട്ടുണ്ട് അതറിയണം. ഞാൻ ടീച്ചർമാരെ കുറിച്ച് മക്കൾ പറയട്ടെ, ഇതിന് കൂടുതൽ പറയാണ്. ഒരു പ്രൊഫസർ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞപ്പോഴേ ബോധം കെട്ടി വീണില്ല. 100 പവൻ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയി കള്ളൻ എന്ന് പറഞ്ഞപ്പോഴും ബോധം കെട്ടി വീണില്ല. പലതും നഷ്ടപ്പെട്ടതായി പറഞ്ഞു. 100 ഇഞ്ചിന്റെ TV അത് കള്ളൻ കൊണ്ടുപോയി. പ്രൊഫസർ പഠിക്കുമ്പോഴുള്ള നോട്ടുണ്ടല്ലോ, അതും കള്ളൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോൾ ബോധം കെട്ടി വീണു. എന്താ കാരണം? ഈ പ്രൊഫസറെ കൊല്ലങ്ങളായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നോട്ടാണ്. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു പ്രിപ്പറേഷനും ഇല്ല, ഈ നോട്ടാണ്. 50 കൊല്ലം മുമ്പ് പഠിച്ച കാര്യം കുട്ടികൾക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കും. അത് പോയി എന്ന് കേട്ടപ്പോഴേ പ്രൊഫസർക്കുണ്ടായ വിഷമം. പ്രൊഫസർ അപ്ഡേറ്റഡ് അല്ല ഒന്നിനെ കുറിച്ചും. ഈ നോട്ട് വെച്ച് ഇങ്ങനെ, ഞാനത് സരസമായി പറഞ്ഞെങ്കിലും എല്ലാവരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലെ വരെ ഉണ്ടായ പുരോഗതി പോരാ, ഇന്ന് എന്തുണ്ടായി എന്ന് അറിയാനുള്ള വ്യഗ്രത മക്കളെ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളും ഇപ്പം വിദ്യാർത്ഥികളല്ല, അതിലുപരിയായ, കാരണം അത് ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് പ്രൊഫഷണലുകളായിട്ടാണ്. അവിടെ ആരും നിങ്ങളെ അറിവിന്റെ കാര്യത്തിൽ പുറന്തള്ളരുത്. ഇപ്പൊ സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾക്ക്. ഈ AI എന്ന് ഞാൻ പറയുന്നത് അതിന്റെ ഒരു പ്രാഥമിക രീതിയിലൊക്കെ വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഇനിയും വലിയ പുരോഗതി വരും. അപ്പോഴും ഓർത്തോളൂ, AI വന്നതുകൊണ്ട് നിങ്ങളുടെ തൊഴിലൊന്നും നഷ്ടപ്പെട്ടില്ല. കുറച്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇത് ഓർത്തോളൂ. ഇപ്പൊ ഒരു പേടിയുണ്ട്, ഈ കമ്പ്യൂട്ടർ വന്നാൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച കുറെ പേരുണ്ടായിരുന്നു. ഒന്നും നഷ്ടപ്പെടില്ല. കാരണം ഇതൊക്കെ ടൂൾസ് ആണ്. ടൂൾസ്. ഈ ടൂൾസ് ഉപയോഗിക്കണമെങ്കിൽ ആര് വേണമെന്നറിയോ? മനുഷ്യൻ തന്നെ വേണം. നിങ്ങളുടെ ഒരു അച്ഛനെ കൊടുക്കാനായിട്ട് മലയാളത്തില് ഒരു ചാറ്റ്, സുഹൃത്ത് അച്ഛനാണ്. അച്ഛൻ സൗഖ്യം തന്നെയല്ലേ? സൗഖ്യം തന്നെയാണെന്ന് അച്ഛൻ മറുപടിയും കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റേ അച്ഛൻ പറയാണ്, എന്റെ മകൻ
വളരെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാണ്. പക്ഷേ ഈ പറയുന്ന അച്ഛൻ എന്ന് ഭാവിക്കുന്നവൻ ഏതോ ഹിന്ദിക്കാരനായിരുന്നു തോന്നുന്നു. അവൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടിട്ട് ഈ വാക്ക് മലയാളത്തിലാക്കിയിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്. മകൻ സീരിയസ് ആണെന്നുള്ളത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തോട്ട് എങ്ങനെയാണെന്നറിയോ? എന്റെ മകൻ വളരെ ഗൗരവക്കാരനാണ്. അപ്പൊ അത് കിട്ടിയപ്പോൾ 50,000 രൂപയാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പെട്ടെന്ന്. കാരണം മകൻ സീരിയസ് ആണ്. സീരിയസ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മനസ്സിലാക്കിയത് ആളിച്ചിരി സീരിയസ് ആണെന്ന് പറയില്ലേ, ഗൗരവക്കാരനാണ്. അപ്പോൾ എന്റെ മകൻ ഗൗരവക്കാരനാണ്, ആശുപത്രിയിലാണ്. അത് കണ്ടപ്പോൾ അച്ഛന് സംശയം തോന്നി. ഞാൻ പറഞ്ഞത് AI ആയാലും ഗൂഗിൾ ആയാലും കമ്പ്യൂട്ടർ ആയാലും എല്ലാം ടൂൾസ് ആണ്. ഉപയോഗിക്കാൻ പച്ചയായ മനുഷ്യൻ വേണം. എണ്ണം കുറയുമായിരിക്കും, പക്ഷെ അത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. AI വന്ന കംപ്ലീറ്റ് ജോലി പോകുമെന്ന് വിചാരിക്കേണ്ട. പക്ഷെ നിങ്ങളും അപ്ഡേറ്റഡ് ആകണം. AI ഉപയോഗിച്ച് എങ്ങനെ എന്റെ വർക്ക് ലളിതമാക്കാം. ഇപ്പോ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനൊരു കമ്പനിയിൽ അക്കൗണ്ടിങ്ങിന് വേണ്ടി ഒരു ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുത്തെ ഈ ഒരു മാസത്തെ വരവ് ചെലവ് കണക്കുകൾ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് വരവ് വായിച്ചു കൊടുക്കുന്നു, ചെലവ് വായിച്ചു കൊടുക്കുന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്ത് എക്സൽ ഷീറ്റ് ആയിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അതിന് തരും. നിങ്ങൾ ഇതിങ്ങനെ എഴുതൊന്നും വേണ്ട, പറഞ്ഞാൽ മതി ഇങ്ങനെ വേണമെന്നുള്ളത്. അത്ര എളുപ്പമായിട്ടുണ്ട് കാര്യങ്ങൾ. അത് കിട്ടുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവർക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ചില പൂജ്യങ്ങളൊക്കെ കൂടും. അപ്പൊ വെരിഫൈ ചെയ്യാൻ ആര് വേണം? നിങ്ങൾ വേണം. അപ്പൊ ഇതാണ് ഒന്നാമതായി പറയാനുള്ളത്. ബ്ലോക്ക് ചെയിൻ ആയാലും AI ആയാലും ഒക്കെ ടൂൾസ് ആണ്. അത് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ അറിവ് അപ്ഡേറ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അക്കൗണ്ടിങ്ങിലെ നിയമങ്ങൾ മാറി മാറി വരികയാണ്. ഇൻകം ടാക്സിന്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോ ഒരു ഇന്ത്യൻ പൗരൻ ടാക്സ് കൊടുക്കേണ്ടാത്ത വിധത്തിൽ എത്ര രൂപ സമ്പാദിക്കാം? 12 ലക്ഷം രൂപ വരെ സമ്പാദിച്ചാൽ ടാക്സ് കൊടുക്കണ്ട. അങ്ങനെ നിയമമാക്കിയില്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വരും. നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കമ്പനികളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ അവർ ഈ നിയമങ്ങളൊന്നും പഠിക്കില്ല. നിങ്ങൾ അപ്ഡേറ്റഡ് ആകണം. സംവിധാനങ്ങളുണ്ട്. ഓരോ ദിവസവും അതിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കി തരാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ അപ്ഡേറ്റ് യുവർ നോളജ്, യുവർ ടെക്നോളജി. ഒരു കാര്യം കൂടെ, വെറും കണക്കെഴുത്തുകാരല്ല പറഞ്ഞത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഈ ജോബ് ഡിവേഴ്സിറ്റി ഉണ്ട്. പലതരം മേഖലകളിൽ നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. അതും കൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഉദാഹരണം പറഞ്ഞാൽ, ആളുകൾ ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിൽ എക്സ്പേർട്സ് ആകണം. ചില ആളുകൾ ഈ MBA ഒക്കെ കഴിഞ്ഞിട്ട് അവർ സജഷൻ കൊടുക്കും. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ചില ഇൻസ്ട്രുമെന്റ്സ്. എനിക്കറിയാം, ഒരു ചൂലിന് പകരം ഒരു വാക്വം ക്ലീനർ എന്ത് മനോഹരാണെന്ന് അറിയാമോ? പക്ഷെ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിന്റെ ആണിയൊക്കെ ഇരിക്കുന്നു. കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് പൊട്ടും. പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ വാങ്ങും. അല്ല, മാർഗമില്ല. ആ സാധനം വാങ്ങാൻ കിട്ടില്ല. നോക്കൂ, ഇതാണ് ഒരു കമ്പനിക്ക് ഈ വിധത്തിൽ പഠിച്ച ഒരു കുട്ടി കൊടുത്ത ഒരു സജഷൻ ആയിരിക്കും. ചില ആളുകളുണ്ട് വളരെ ഡ്യൂറബിൾ ആയിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ആളുകൾ അത് ഉപയോഗിക്കും, വളരെ നല്ലതാണെന്ന് പറയും. പിന്നെ അവരുടെ ജീവിതത്തിൽ അത് വാങ്ങേണ്ട ആവശ്യമില്ല. ലൈഫ് ലോങ് ആയിട്ട് അത് നിൽക്കും. അപ്പൊ നോക്കൂ, ഒരു കമ്പനിക്ക് സജഷൻ കൊടുക്കുമ്പോൾ കള്ളത്തരം ചെയ്യണം എന്നല്ല പറയുന്നത്. ജനങ്ങൾ
ഏത് കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻവോൾവ് എന്ന് തിരിച്ചറിയാൻ ചില ഡേറ്റകൾ വെച്ച് നിങ്ങൾക്ക് കഴിയണം. അതൊരു എത്തിക്കൽ സജഷൻ തന്നെ ആവാം, അപാകതയൊന്നുമില്ല. പ്ലാസ്റ്റിക്കിന്റെ പൊട്ടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ പറയണ്ട. എന്നിരുന്നാലും ഒരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ കമ്പനിക്ക് ലാഭകരമായി എത്തിക്കൽ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നമ്മുടെ പഞ്ചായത്തുകളിലായാലും വില്ലേജുകളിലായാലും സർക്കാരിന്റെ പല സ്ഥാപനങ്ങളിലായാലും കണക്ക് കൃത്യമായി സുതാര്യമായി വെക്കണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. മറ്റ് പലതും ജനങ്ങൾ സഹിക്കും, കള്ളത്തരം സഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അവസരങ്ങൾ ധാരാളം മുന്നിലുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അറിവ് ഓരോ ദിവസവും നിങ്ങൾ മൂല്യം വർദ്ധിപ്പിക്കുക. അത് എളുപ്പമല്ല, ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് സാധിക്കുന്നതുമല്ല. ജീവിതത്തിന്റെ ചൂടേറിയ തീക്ഷ്ണമായ അനുഭവങ്ങളെ ഫേസ് ചെയ്ത് നിങ്ങൾ കളിമണ്ണ് അതിശക്തമായ സെറാമിക്കായി മാറണം. ഇരുമ്പിന്റെ തുരുമ്പ് പിടിക്കുന്ന അണി നിങ്ങൾ ഈ ചൂടേറിയ അനുഭവങ്ങളുടെ കടത്തിവിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി മാറ്റണം. നിങ്ങളുടെ അറിവുകൾ ആ വിധത്തിൽ അനുഗ്രഹകരമായി പരിപോഷിപ്പിക്കപ്പെടട്ടെ എന്നും അതിന് വഴിയൊരുക്കിയ ഈ സ്ഥാപനത്തെയും ഈ അധ്യാപകരെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ കുട്ടികൾക്കും നന്മ നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.